ഇന്നിപ്പോൾ എന്താണ് DGMO എന്ന് പറഞ്ഞത്? നമ്മുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി തിരികെ എത്തി എന്നുള്ളതാണ്. അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നിന്ന് തന്നെ ആ മിസ്ഇൻഫർമേഷൻ പോവുകയാണ്. നമ്മുടെ ഒരു പൈലറ്റിനെ, ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ പാകിസ്ഥാനൊപ്പമാണോ ഈ ആളുകൾ എന്ന് തോന്നിപ്പോകുന്ന ഒരു പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി കറാച്ചിയെക്കുറിച്ച് പറയണമല്ലോ. കറാച്ചിക്കടുത്ത് ഇന്ത്യൻ നാവികസേന നിലയുറപ്പിക്കുകയും യുദ്ധസജ്ജരായി നിൽക്കുകയും ചെയ്തു എന്നാണ് DGMO എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം ഫുള്ളി അമ്യൂണിഷൻസും ആംസും എല്ലാം ലോഡഡായി തന്നെ, അതായത് ഫൈറ്റർ ജെറ്റ്സ് അടക്കം ലോഡഡ് ആയിട്ടാണ് INS വിക്രാന്ത് നിന്നിരുന്നത്. അതുതന്നെയാണ് അന്നത്തെ രാത്രിയിൽ എന്താണ് അവിടുത്തെ മൂവ്മെന്റ്, അറബിക്കടലിലെ മൂവ്മെന്റ് എന്താണ് എന്നുള്ളത് ഞാനും ഡോക്ടർ അരുണും ഇവിടെ നിന്നും ഉണ്ണി ബാലകൃഷ്ണൻ താഴെ ലൈവിൽ നിന്നും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കറാച്ചിക്ക് നിങ്ങൾ പോയത് എന്തായി എന്ന് ചോദിച്ചാൽ ഇന്ന് DGMO പറഞ്ഞിട്ടുണ്ട് കറാച്ചിക്ക് ആരാണ് പോയതെന്നുള്ളത്. അത് INS വിക്രാന്ത് അടക്കമുള്ള നമ്മുടെ സംവിധാനങ്ങളാണ്. ഇനിയിപ്പോൾ എയർക്രാഫ്റ്റുകൾ വീഴ്ത്തിയോ? അതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എയർക്രാഫ്റ്റുകൾ വീഴ്ത്തി, ഡൗൺഡ് എന്നത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ്സ് അടക്കം വീഴ്ത്തി എന്നുള്ളതാണ്. അതിർത്തി കടക്ക് മുൻപ് തകർത്തത് കൊണ്ട് ഇവിടെയുള്ള ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകൾക്കായി ആ റക്കേജ് എടുത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലാണ് അത് വീണ് കിടക്കുന്നത്. പാകിസ്ഥാന് വേണമെങ്കിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ ആ റക്കേജ് ഒക്കെ ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അവർ മറച്ചു വെച്ചിട്ടുണ്ടാകാം.